Hello guys! എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡലുള്ള സേവ് ദി ഡേറ്റ് വീഡിയോ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ കുറേ മുമ്പ് ചെയ്തതാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ കുറേ ആൾക്കാർ ഇതെങ്ങനെ ചെയ്യുക, ഇതിന്റെ ട്യൂട്ടോറിയൽ ഒന്ന് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ടൈമിൽ ഞാൻ ചെറിയ ബിസി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൂടി ഇതേ സെയിം വീഡിയോ എടുത്തിട്ട് ഇതെങ്ങനെ ചെയ്യുക, ഇതൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ആരൊക്കെയോ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഒന്ന് വീഡിയോ ചെയ്യാമെന്ന്. അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാൻ ജസ്റ്റ് സെയിം സാധനം ഒന്നും കൂടി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇവരുടെ ഡീറ്റെയിൽസ്, ആരുടെയാണോ മാരേജ് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓരോ ഇമേജ് ആയിട്ട് സേവ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്യാൻവയോ പിക്സാർട്ടോ അങ്ങനെ ഏതെങ്കിലും ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ക്യാൻവയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം ക്യാൻവ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെയുള്ള പ്ലസ് ഐക്കൺ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ്, നിങ്ങൾക്ക് ഏത് സൈസിലാണോ ഓരോ ഇമേജും വേണ്ടത് അത് സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു ഇമേജ് എഡിറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നുള്ളൂ, അതേപോലെ നിങ്ങൾ ബാക്കിയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ സ്ക്വയർ ടൈപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെടുത്തു. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ വന്നിട്ടുണ്ട്, ബ്ലാങ്ക് ആണ്, വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വേണേൽ ഇഷ്ടമുള്ള സെറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ടുണ്ട്. വൈറ്റിന് പകരം നിങ്ങൾക്ക് കളർ വേണേൽ അത് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് കളേഴ്സ് പോയിട്ട് കളേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉണ്ട്, അതാണ് ഇവിടെ വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഒന്ന് തൊടുക. എന്നിട്ട് റീപ്ലേസിന്റെ ഓപ്ഷൻ കൊടുത്തിട്ട് അതിൽ പോയിട്ട് ആഡ് ചെയ്തിടാം. അതല്ല ഏത് തീമിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള സ്പ്ലാഷ് എഫക്റ്റ് ഒക്കെ ഇതിലൊന്ന് ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് സ്പ്ലാഷ് എഫക്റ്റ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇത് പ്ലസ്സിൽ പോകുന്നു, എന്റെ കയ്യിൽ ഓൾറെഡി ഉള്ള എഫക്റ്റ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എലമെന്റ്സിൽ ഇട്ടിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ അവിടെ നമുക്ക് സിയോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതോ അല്ലാത്തതോ ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഇഷ്ടമുള്ളത് ഉണ്ടെങ്കിൽ ഇവിടുന്ന് ആഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി എന്റെ കയ്യിലുള്ള എഫക്റ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചെയ്യുന്നത് അവരുടെ രണ്ടുപേരുടെയും പിക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും കാർട്ടൂൺ ഇമേജ് ആഡ് ചെയ്തിട്ട് അവരുടെ പേര് കൊടുക്കുന്ന, അതേപോലെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലസ് ഐക്കൺ പോവുക, ഗാലറിയിൽ നിങ്ങൾ ഏതെങ്കിലും PNG ഇമേജ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, അല്ല അവരുടെ പിക്കാണ് അത് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു പിക്കാണ് ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് ആഡ് ചെയ്തിട്ടു. ഇനി ഞാൻ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഫ്ലവേഴ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് വെക്കാം. ഞാനൊരു ഫ്ലവർ എടുത്ത് വെച്ചു. ഞാൻ സെയിം സാധനം തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ടാണ് അതേ മോഡലിൽ തന്നെ ചെയ്യുന്നത്. വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് അവരുടെ പേര്, അതേപോലെ പ്ലേസ് അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ. ഞാൻ അതേ സെയിം സാധനം ചെയ്യുന്നതുകൊണ്ട് അതേ ഇതിൽ പോകുന്നെന്ന് മാത്രം. അപ്പോ ഇനി നമുക്ക് ഇവരുടെ പേര് ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് പ്ലസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റിന്റെ ഓപ്ഷൻ ഉണ്ട്, അവിടെ പോവുക. എന്നിട്ട് ടെക്സ്റ്റിന്റെ ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അവരുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം. പേര് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോണ്ടൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്ന ഫോണ്ട് കൊടുത്തു. അപ്പൊ അതിന്റെ സൈസൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടൊന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ പ്ലസ് കൊടുത്താൽ മതി, ഇത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വരും. പെണ്ണിന്റെ പേരും കൂടി കൊടുക്കാം. ഇവരുടെ ഈ പിക്കിന്റെ താഴെ ഡേറ്റും ടൈമും അതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു ഇമേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ഇവിടെ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്ലവർ, ഇതിന് മാച്ച് ആവുന്ന എന്തെങ്കിലും ഫ്ലവർ ഒക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ അതിൽ അങ്ങനെ ഒരു ഫ്ലവർ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതേ സെയിം ഫ്ലവർ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ക്യാൻവയിൽ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ എന്റെ ഐഡിയക്ക് അനുസരിച്ച് സെറ്റ് ചെയ്തതാണ്. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഇതേപോലെ പല ടൈപ്പിലുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊക്കെ സേവ് ചെയ്തെടുക്കുക. അപ്പൊ സേവിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇത് സേവ് കൊടുത്താൽ മതി, ഡൗൺലോഡ് ചെയ്ത് വെക്കാം, ഗാലറിയിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നമുക്ക്
ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ അലൈറ്റ് മോഷനിൽ എങ്ങനെ ഈ ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ പ്ലസ് കൊടുത്തിട്ട് നമുക്കിപ്പോ ഏത് സൈസിലാണോ വേണ്ടത് അതിന്റെ ആ ഒരു സൈസ്, ഞാനിവിടെ 9:16 ആണ് ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ അത് സെയിം വീഡിയോ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ 9:16 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ക്രിയേറ്റ് പ്രൊജക്ട് കൊടുക്കുക. ആദ്യം തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ എവിടെയൊക്കെ വെക്കണം എന്നുള്ളത് നിങ്ങളൊരു പ്ലാൻ സെറ്റ് ചെയ്യുക. പ്ലസിൽ പോവുക, മീഡിയയിൽ പോവുക. എന്നിട്ട് മീഡിയയിൽ എവിടെയാണോ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് അത് സെലക്ട് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഇമേജസ് ആഡ് ചെയ്യണം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഇമേജസ്, അത് ഒരു ഇമേജ് ഒന്നും ക്രിയേറ്റ് ചെയ്താൽ പോലെ ഒരു 2-3 എന്തായാലും ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ 8 ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്ലസ് സൈക്കിൾ പോവാ, മീഡിയയിൽ പോവാ, എവിടെയാണ് ഇമേജ് ഉള്ളത് ആ ഇമേജ് ആഡ് ചെയ്യാം. ഒരു ഇമേജ് സെലക്ട് ചെയ്തു, മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവാ. ഈ ഒരു തേർഡ് സൈസിന്റെ ഐക്കൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ പൊസിഷൻ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഏത് പൊസിഷനിലാണോ നമുക്കത് വേണ്ടത് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ പൊസിഷനൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതൊക്കെ എവിടെയാണ് വരേണ്ടത്, അല്ലെ ഈ മോഡലാണോ വേണ്ടത്, അതൊക്കെ നിങ്ങളെ ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ലെയറിന്റെ ഡ്യൂറേഷൻ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജിന്റെ അതേ സെയിം ഡ്യൂറേഷനിലൊന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിന്റെ സൈസിന് എൻഡിൽ വന്നിട്ടുണ്ടാവും. ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിന്റെ എൻഡിൽ വന്നിട്ടുണ്ടാവും. ഈ ഒരു ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് ബാക്ക്ഗ്രൗണ്ടിന്റെ അതേ സെയിം ലെങ്ത്തിൽ വന്നിട്ടുണ്ടാവും. ബാക്കിയുള്ള 8 ഇമേജ് ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. പൊസിഷനും സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ 8 ഇമേജ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പൊസിഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സേവ് ദ ഡേറ്റ് എന്ന് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അവിടെ ഞാൻ സേവ് ദ ഡേറ്റ് എന്ന് എഴുതാന്ന് വിചാരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് പ്ലസിൽ പോയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ട് അവിടെ സേവ് എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഫോണ്ടൊക്കെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന്റെ സൈസും പിന്നെ കളറൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലത്. അങ്ങനെ ഞാൻ സേവ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് അതിന്റെ പൊസിഷൻ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന്റെ ലെങ്ത് വീഡിയോന്റെ എൻഡ് വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ സേവ് എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. നമുക്ക് ലെയറിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് കാരണം ഡേറ്റ് എന്നുള്ളതും കൂടി ഞാൻ ഇതേ സെയിം ഫോണ്ടിൽ എഴുതാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഇനി മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് അതൊന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ടെക്സ്റ്റ് പോയിട്ട് ഡേറ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. ഡേറ്റ് കൊടുത്തു. അപ്പോൾ സേവ് ഡേറ്റ് ആയി. ഇനി അതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം അതിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി ഞാൻ ഇത് വേറൊരു കളറ് അതേപോലെ ഫോണ്ടും സെലക്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത്. സെയിം ഫോണ്ട് വേണ്ട. സേവ് സൈസൊക്കെ ഒന്ന് കുറക്കുന്നുണ്ട്. കളറും ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റായി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിലേക്ക് പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അഥവാ ഇവിടേക്ക് ഒരു ഫ്ലവറൊക്കെ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ അങ്ങനെ ചെയ്യാട്ടോ. വേണമെങ്കിൽ ഇതിൽ പോയിട്ട് PNG ഇമേജ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഫ്ലവറിന്റെയും റിബണിന്റെ ഒക്കെ PNG ഇമേജ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റിബൺ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അതിന്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഏത് പൊസിഷനിലാണ് നിങ്ങൾക്ക് വേണ്ടത് റിബൺ വേണ്ടത് അത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെക്കേണ്ടടുത്ത് വെച്ചു കൊടുക്കാം. അത് ചില ആൾക്കാർക്ക് വേണ്ടി വരില്ല, ചിലർക്ക് അത് ഓവറായിട്ട് തോന്നും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് അതിന്റെ ലെങ്ത് ഒന്ന് നമുക്ക് ഡ്യൂറേഷൻ വീഡിയോന് എൻ്റെ വരെ ആക്കിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനി വേണമെങ്കിൽ അവിടെ ആ ഒരു റിബൺ വെച്ച് അതിന്റെ കൂടെ ഒരു ഫ്ലവറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കൊടുക്കാം. ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതൊക്കെ ഡിസൈനിങ് ഒക്കെ നിങ്ങളുടെ ഐഡിയ അത്രമാത്രം. ജസ്റ്റ് അതിന്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ മാത്രം പറയുന്നതാണ്.
വേണമെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം. ടെക്സ്റ്റിന് ആനിമേഷൻ വേണമെങ്കിൽ ആനിമേഷൻ കൊടുക്കാം കേട്ടോ. ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് കൊടുക്കുന്നത് കാണിച്ചു തരാം. ഞാൻ സേവ് എന്ന് പറയുന്ന ലെയർ സെലക്ട് ചെയ്തു, ടെക്സ്റ്റിന്റെ ലെയർ സെലക്ട് ചെയ്തു. എഫക്ട്സിൽ പോയിട്ട് ആഡ് എഫക്ട്സിൽ ഞാൻ ഡ്രോയിങ് പ്രോസസ്സാണ് സെലക്ട് ചെയ്യുന്നത്, അത് സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് എൻഡിന്റെ ഓപ്ഷനിൽ പോവുക. സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക. ഒരു 2 സെക്കൻഡിന് ശേഷം ഒരു കീ ഫ്രെയിമും കൂടി ആഡ് ചെയ്യാം. 2 സെക്കൻഡ് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള കീയിൽ വന്നിട്ട് ഇവിടെ എൻഡിന്റെ ഇതിൽ 100 ആണുള്ളത്, നമുക്ക് അതൊന്ന് 0 ആക്കി കൊടുക്കാം. 0 കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതേ സെയിം എഫക്റ്റിന് നമുക്ക് ബാക്കിയുള്ള സേവ് ദ ഡേറ്റിന്റെ കംപ്ലീറ്റ് ലെയറിന് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എഫക്റ്റ് കൊടുത്തിട്ട് ബാക്ക് വന്നിട്ട് ബാക്കിയുള്ള 2 ലെയർ സെലക്ട് ചെയ്യാം. ഒന്നാമത്തെ ലെയർ സെലക്ട് ചെയ്തു. എഫക്ട്സിൽ പോയിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ പേസ്റ്റ് എഫക്റ്റ് കൊടുക്കാം. അതേപോലെ അടുത്ത ലെയറും സെലക്ട് ചെയ്യാം. എഫക്ട്സിൽ പോവുക, ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. 3ലും സെയിം എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, 3D ക്യാം ആഡ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റിൽ പോവുക, ക്യാമറ കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ടിൽ നമുക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് സ്റ്റാർട്ടിൽ ഒരു കീ ആഡ് ചെയ്യാം, എങ്കിലൊരു കീ ആഡ് ചെയ്യാം. എന്നിട്ട് സ്റ്റാർട്ടിലെ കീയിൽ വന്നിട്ട് സെഡ് സെലക്ട് ചെയ്യുക. സെഡ് സെലക്ട് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു സംഭവം സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ക്യാമറ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രീൻ കളറിൽ വരും ക്യാമറ. അങ്ങനെയാകുമ്പോൾ 3Dയിലുള്ള ആ ഒരു നമ്മൾ മൂവ് ചെയ്ത ആ ഒരു ഇത് തന്നെ കാണാൻ പറ്റും. അപ്പം ഞാൻ ഈ സെഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്, അഥവാ ഇതിനൊന്ന് സൂം ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു സേവ് എന്ന് എഴുതിയത് കാണണം, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവിടെ തന്നെ ആംഗിൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഇതിന്റെ ആംഗിൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ഇത് കൊടുക്കാം, ഒരു കീ ഫ്രെയിം, ആംഗിളിൽ ഒരു കീ ഫ്രെയിം കൊടുത്തു, പിന്നെ മൂവിൽ ഒരു കീ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഈ 2 സെക്കൻഡിൽ ഞാനൊരു കീ ആഡ് ചെയ്യുന്നുണ്ട്. കീ ആഡ് ചെയ്തിട്ട് അവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി സൂം ചെയ്യുന്നുണ്ട്. അതിന് സെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. സൂം ചെയ്ത് പൊസിഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കുറച്ചൊന്ന് നീക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആംഗിളിൽ ഒരു കീ ആഡ് ചെയ്തിട്ട് അത് -29 പകരം അവിടെ 0 ഡിഗ്രിയിലേക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്ക്രീനിൽ കാണാം സേവ് ദ ഡേറ്റ് എന്ന് എഴുതിയ ആ ഒരു ആനിമേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ കാണേണ്ടത് അതിന്റെ പൊസിഷൻ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഞാനിപ്പോ ചെയ്യുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പേരും ഡേറ്റും പ്ലേസ് ഒക്കെ ഉള്ള ആ ഒരു ഇമേജ്, അതായത് ഈ ഒരു ഇമേജിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടത്തേക്ക്, അത് കഴിഞ്ഞാൽ ഇവിടത്തേക്ക്, അത് കഴിഞ്ഞാൽ ഇവിടെ, എന്നിട്ട് ലാസ്റ്റ് ഇൻഷാ അല്ലാഹ്. ഇത് എങ്ങനെയാണ് എന്റെ ഒരു ഓർഡർ. അപ്പോൾ ഓരോരുത്തർക്കും നമ്മൾ എങ്ങനെയാണ് മൂവ്മെന്റ് കൊടുക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ അടുത്ത മൂവ് എങ്ങോട്ടേക്കാന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്നത് ഇവരുടെ നെയിമും ആ ഡേറ്റ് പ്ലേസ് ഒക്കെ ഉള്ള ആ ഒരു പിക്കുള്ള ഒരു കാർട്ടൂൺ ഇമേജുള്ള ആ ഒരു ഇതിലേക്കാണ് മൂവ് കൊടുക്കുന്നത്. അപ്പൊ ഞാനതൊരു ഏകദേശം ഒരു 5 സെക്കൻഡിലാണ് എനിക്ക് അവിടെ എത്തേണ്ടതെങ്കിൽ എന്നിട്ട് ഞാൻ അവിടെ ഒരു കീ ആഡ് ചെയ്യുന്നുണ്ട്. കീ ആഡ് ചെയ്തിട്ട് എനിക്ക് കാണേണ്ട പൊസിഷനിലേക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ XY വെച്ചിട്ട് മൂവ് ചെയ്ത് കാണിക്കുകയാണ്. XY വെച്ചിട്ട് എനിക്ക് ഈ ഒരു ഇമേജ് ആണ് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അവിടത്തേക്ക് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ സൂം ഔട്ട് ചെയ്യണോ സൂം ഇൻ ചെയ്യണോ എന്നുള്ളതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പൊ ഞാൻ ഒന്ന് സൂം ചെയ്തിട്ടുണ്ട്. അതേപോലെ അതിലെ ആംഗിളിന്റെ ഇതിൽ പോയിട്ട് അവിടെ ഞാനൊരു -8 സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം എങ്ങോട്ടേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആംഗിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അതും കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് ഒന്ന് ഈ 5 സെക്കൻഡ് ഒരു 6 സെക്കൻഡ് എത്തുമ്പോൾ, ഏകദേശം ഒരു 6 എത്തുമ്പോൾ ഒന്നും കൂടി ആംഗിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് -10ലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി സൂം ചെയ്യുന്നുണ്ട്. ഒന്ന് സൂം ഔട്ട് ചെയ്യാം. ഞാനൊരു ഇത്ര ഏകദേശം ആകുമ്പോൾ ഞാൻ അവിടെ ഒന്ന് സൂം ഔട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് നീക്കിയിട്ട് അവിടെ സൂം ഔട്ട് ചെയ്യുന്നു. ഒന്ന് ജസ്റ്റ് സെഡ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഏകദേശം ഇവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ആംഗിൾ ഒന്ന് 0 ഡിഗ്രി സെറ്റ് ചെയ്യുന്നുണ്ട്.
ഇനി ഞാൻ 8 സെക്കൻഡിൽ അടുത്ത ഇമേജിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് XY സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊന്ന് അതിൻ്റെ തൊട്ട് മേലത്തെ ഇമേജിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനതൊന്ന് സൂം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് കുറച്ച് ഇങ്ങനെ കൊടുത്താൽ മതി. Z സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം ഔട്ട് സൂം ഇന്നും ചെയ്യാം. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ കൊടുത്തു. അവിടെ ആംഗിള് ഞാനൊരു 5 സെറ്റ് ചെയ്യുന്നു. ഇനി കുറച്ചുകൂടി പൊസിഷൻ മാറ്റി കൊടുക്കാം. നമുക്കൊരു 9 പോയിന്റ് സംതിങ് എടുക്കാം. എന്നിട്ട് അവിടെ നമുക്ക് ആംഗിള് 0 ഡിഗ്രിയിലേക്ക് തന്നെ, പഴയ 0യിലേക്ക് തന്നെ മാറ്റാം. എന്നിട്ട് അടുത്തതിൽ ഞാൻ എടുക്കുന്നത് 11ലാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 11 എത്തുമ്പോൾ അവിടെ ഞാൻ അടുത്ത ഇമേജിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ഇമേജിലേക്ക് മൂവ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആംഗിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ആംഗിൾ -3 ഞാൻ കൊടുത്തു. ഒന്ന് സൂം ചെയ്യാൻ വേണ്ടിയിട്ട് Z സെലക്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് സൂം ചെയ്തിട്ട് കൊടുത്തു. XY വെച്ചിട്ട് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്തു. ഇപ്പോൾ 2-3 ഇമേജിൽ ക്യാമറ മൂവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നു. ഇതേപോലെ ബാക്കിയുള്ള ഇമേജിലും കൂടിയും ക്യാമറ മൂവ് ചെയ്യുക. ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോന്റെ ലെങ്ത് ഒരുപാടായി പോവും. അതുകൊണ്ട് ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല. ഇപ്പം ഇത്ര മൂവ്മെന്റ് കാണിച്ചു തന്നു. അപ്പോൾ ഇനി ഞാൻ ഫൈനലായിട്ടുള്ള ഔട്ട് കാണിച്ചു തരാം. നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കണമെങ്കിൽ ആദ്യം ഈ ഒരു ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ക്യാമറ എനേബിൾ ചെയ്യുക. എന്നിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വീഡിയോ ഉണ്ടാവുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.